ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രമിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു, നമ്മുടെ കർത്താവ് വേഗം വരുന്നു. മധ്യാകാശത്തിൽ നമ്മെ ചേർക്കുവാനായിട്ട് കർത്താവ് വരുന്നു. അപ്പോൾ കർത്താവ് വേഗം വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്കും കർത്താവെ വരയണമേ എന്ന് പറയാം ദൈവത്തിൻ്റെ സന്നിധിയിൽ. എന്നാൽ കർത്താവെ വരയണമേ, വേഗം വരയണമേ എന്ന് പറയുന്നതോടൊപ്പം തന്നെ നാം ഒരുങ്ങിയിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എങ്ങനെയൊക്കെ ഒരുങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പോയിൻ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. നമ്മൾ ഉണർന്നിരിക്കണം. നമ്മൾ ഉറങ്ങിയിരുന്നാൽ നമുക്ക് കർത്താവിൻ്റെ വരവിൽ നമുക്ക് ശരിയായിട്ട് കർത്താവിനെ എതിരേൽപ്പാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നാം ഉണർന്നിരിക്കണം എന്ന് നാം കണ്ടു. രണ്ടാമതായിട്ട് ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നാം ഒരു വേദഭാഗം വായിക്കാം. 1 പത്രോസ് 1 15-16. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നാം വിശുദ്ധരാകണം എന്നുള്ളത്. അശുദ്ധി നമ്മളിൽ നിന്ന് മാറ്റണം, നാം വിശുദ്ധരാകണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിനാണ് വിളിച്ചതെന്നറിഞ്ഞ് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് 1 തെസ്സലോനിക്കർ 4:3 വാക്യത്തിൽ കാണാം, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നമ്മെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവ് വിശുദ്ധനാകിയാൽ നാം വിശുദ്ധരായിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നമ്മുടെ കണ്ണ്, ചെവി, നാക്ക്, ഹൃദയം ഇവയെല്ലാം വിശുദ്ധമായി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ദുഷ്ടൻ്റെ അധീനതയിലുള്ള ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് അതെങ്ങനെ സാധിക്കും? അത് സാധിക്കണമെങ്കിൽ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് സങ്കീർത്തനം 119 11 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ നമ്മൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപം ചെയ്യാതെ ജീവിക്കുവാനായിട്ട് നമ്മുടെ ചെവി കൊണ്ടുള്ള കേൾവിയിൽ നിന്നുള്ള പാപം, കണ്ണുകൊണ്ടുള്ള പാപം, നാക്കുകൊണ്ടുള്ള പാപം, ഹൃദയം കൊണ്ടുള്ള പാപം, സംസാരം കൊണ്ടുള്ള ഇങ്ങനെയുള്ള അനേക പാപങ്ങൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഹൃദയം എല്ലാത്തിലും അശുദ്ധി നിറഞ്ഞതാണ്. ഹൃദയത്തിലുള്ള അനേക ചിന്തകൾ കൂടെ പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയം അശുദ്ധമാണ്, അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് അശുദ്ധി പുറപ്പെടുവാനായിട്ട് എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം, ബൈബിളിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വായ്ക്കകത്ത് കടക്കുന്നതെല്ലാം വയറ്റിൽ നിന്ന് ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് എങ്ങനെയെന്നാൽ, ദുശ്ചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണവും എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഹൃദയം വളരെ അശുദ്ധി നിറഞ്ഞതാണ്. നാം കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചൊരു ദൈവത്തിൻ്റെ മകളായിട്ട് തീർന്നു. ആ മകളായിട്ട് തീർന്ന നമ്മളിൽ 2 സ്വഭാവമുണ്ട്. രണ്ട് സ്വഭാവങ്ങൾ നമ്മളെ എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നതാണ് എന്ന് നമുക്കറിയാം. എന്നാൽ അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സ്വഭാവത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഇതെല്ലാം വരുവാനായിട്ട്, ദൈവത്തിൻ്റെ മക്കളായ നമ്മളിലും ഇതെല്ലാം വരുവാനായിട്ട് സാധ്യതയുണ്ട്. ദുർചിന്ത, ആവശ്യമില്ലാത്തതായിട്ടുള്ള ചിന്ത, കൊലപാതകം, ഡയറക്റ്റ് കൊലപാതകമല്ല, നമ്മളെ ഉപദ്രവിക്കുന്നവരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കണം എന്നുള്ള ആ ഹൃദയത്തിൽ നമുക്ക് വാശി, വൈരാഗ്യം, വെറുപ്പ് ഇതെല്ലാം ആയിട്ടുള്ള, അങ്ങനെ നമുക്ക് നമ്മുടെ വാക്കുകൾ കൂടെ മറ്റുള്ളവരെ കൊലപാതകത്തിൽ കൂടുതൽ വേദനിപ്പിക്കുവാനായിട്ട് സാധിക്കുമെന്നറിയാം. അതുപോലെ വ്യഭിചാരം, നമ്മുടെ കണ്ണുകൊണ്ട്, ഹൃദയം കൊണ്ടൊക്കെ നമുക്ക് വ്യഭിചാരം ചെയ്യാൻ, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം ഇതെല്ലാം ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഹൃദയത്തിൽ നിറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആ ഹൃദയത്തിൽ നിറച്ച് നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് കഴിഞ്ഞാൽ 119 സങ്കീർത്തനത്തിൽ അതാണ് പറയുന്നത്, നമ്മുടെ ഹൃദയത്തിൽ
നാം വചനം നിറച്ചു കഴിഞ്ഞാൽ ഈ ചിന്തകൾ, ഈ കാര്യങ്ങൾ, ഈ പാപം നമ്മളിൽ നിന്ന് ക്രമേണ നമുക്ക് ഈ പാപത്തെ ജയിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 119 സങ്കീർത്തനത്തിൽ നാം കാണുന്നത്, 119 സങ്കീർത്തനത്തിൽ അനേക കാര്യങ്ങൾ കാണുന്നുണ്ട്. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെ? നിൻ്റെ വചനപ്രകാരം അതിനാൽ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അപ്പോൾ നിർമ്മലമായിട്ട് ജീവിക്കണമെങ്കിൽ വചനം നമ്മുടെ ഹൃദയത്തിൽ വേണം എന്നുള്ളത്. അതുപോലെ 11 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. സംഗ്രഹിക്കേണ്ട ആവശ്യമാണ്. അതുപോലെ തന്നെ 13 വാക്യത്തിൽ, ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിൻ്റെ വായുടെ വിധികളെ ഒക്കെയും വർണ്ണിക്കുന്നു. ഞാൻ 15 വാക്യത്തിൽ, ഞാൻ നിൻ്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിൻ്റെ വഴികളെ സൂക്ഷിക്കുകയും ഞാൻ നിൻ്റെ ചട്ടങ്ങളിൽ രസിക്കും, നിൻ്റെ വചനത്തെ മറക്കുകയുമില്ല. ഇവിടെയെല്ലാം നമുക്ക് കാണുന്നത് വചനം നമ്മുടെ ഹൃദയത്തിൽ ബൈ ഹാർട്ടായിട്ട് പഠിക്കുക, വചനത്തിൽ നമ്മൾ രസിക്കുക, വചനത്തിൻ്റെ മുമ്പാകെ സമയം ചെലവഴിക്കുക, വചനത്തെ ധ്യാനിക്കുക, ആ വചനം പ്രമാണിച്ച് നടക്കുക. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തെ നിർമ്മലമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഹൃദയത്തിൽ നമ്മുടെ വചനമുണ്ടെങ്കിൽ, വചനത്താൽ നമ്മുടെ ഹൃദയം നിറയ്ക്കുവാണെങ്കിൽ നമ്മൾക്ക് ഒരു വിശുദ്ധമായിട്ടൊരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിൽ ഞാൻ ബുദ്ധിമാനാകുന്നു. പിന്നെ 100 വാക്യത്തിൽ പറയും, നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കാൻ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും മധുരം. നിൻ്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾ, കൽപ്പനകൾ നാം പ്രമാണിക്കുമ്പോൾ, അവൻ്റെ വചനപ്രകാരം നാം ജീവിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം വളരെയാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് 97 മുതലുള്ള വാക്യത്തിൽ, 104 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്. മാത്രം വചനം അവൻ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിട്ട് നമ്മെ നടത്തും. അങ്ങനെ ജീവിക്കുമ്പോൾ, വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രമാണമായിട്ട് വരുമ്പോൾ, അത് നമ്മൾ വശിക്കുമ്പോൾ, അത് നമ്മൾ സംഗ്രഹിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം വിവേകമുള്ളവരായിട്ട് തീരും, നാം ബുദ്ധിയുള്ളവരായിട്ട് തീരും. അപ്പോൾ തെറ്റും ശരിയും മനസ്സിലാക്കി തെറ്റിൽ നിന്ന് മാറി നല്ല മാർഗത്തിൽ നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് വചനമെന്ന പാൽ കുടിച്ച് നാം വളരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ നമ്മെ തന്നെ ശുദ്ധിയുള്ളവരായി സൂക്ഷിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ വചനത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ദൈവവചനം ഇരുവായത്തിലുള്ള വാളാണ്. വചനത്തിൻ്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ വചനം കേൾക്കുക മാത്രം ചെയ്ത് തങ്ങളെ തന്നെ ചതിക്കാതെ സകല അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. യാക്കോബ് 1:12 നാം പറയുന്നു. അങ്ങനെ വചനം നമ്മുടെ ഹൃദയത്തിൽ വരിക്കുമ്പോൾ കർത്താവ് വിശുദ്ധനായിട്ട് ജീവിക്കുന്ന പോലെ തന്നെ കർത്താവിൻ്റെ ഒപ്പം വിശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. നാം മനുഷ്യരാണ്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ കർത്താവ് അത് നമുക്ക് വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം നമ്മുടെ ജീവിതത്തിൽ വചനത്താൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ഹൃദയം നിറച്ചു കഴിയുമ്പോൾ നമുക്ക് ശുദ്ധിയുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ വചനം കൊണ്ട് ഒരു ഗുണവും കൂടെ പറഞ്ഞിട്ട് ഈ രണ്ടാമത്തെ ഈ മെസ്സേജ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അലക്സാണ്ടർ മക്കേ ഭക്തിയുള്ള മാതാപിതാക്കന്മാരിൽ വളർത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അവൻ്റെ അമ്മ അവനെ നിത്യവചനം പഠിപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അലക്സാണ്ടറിന് അനേക വാക്യം കാണാപ്പാഠമായി അറിയാമായിരുന്നു. അലക്സാണ്ടർ പഠനത്തിനായി ദൂരദേശത്തേക്ക് പോകുമ്പോൾ പിതാവ് അവനൊരു ബൈബിൾ സമ്മാനിച്ചു. അതിൻ്റെ ആദ്യ പേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഇതെൻ്റെ മകൻ അലക്സാണ്ടർ മക്കോയ്ക്ക് വേണ്ടിയാണ്. മകനെ, ഈ പുസ്തകം സ്ഥിരമായി വായിക്കുക. ഇത് നിന്നെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും, അല്ലെങ്കിൽ പാപം നിന്നെ ഈ പുസ്തകത്തിൽ നിന്ന് അകറ്റി നിർത്തും. ദിസ് ബുക്ക് വിൽ കീപ് യു ഫ്രം സിൻ, ഓർ സിൻ വിൽ കീപ് യു എവേ ഫ്രം ദിസ് ബുക്ക്. ഏറെ താമസിയാതെ അലക്സാണ്ടറിൻ്റെ മാതാപിതാക്കൾ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. താമസിയാതെ അലക്സാണ്ടർ ബൈബിൾ വായന നിർത്തി. ബൈബിളിനെ പൂർണ്ണമായി മറന്നു. ഈ ലോകജ്ഞാനത്തിൻ്റെ പുറകെ തേടി ബൈബിൾ ഒരു പഴഞ്ചൻ പുസ്തകമായി തോന്നി. പഠിത്തത്തിൽ മിടുക്കനായി അവനൊരു ഡോക്ടറായി.
രോഗികളെ സേവിക്കുകയും കരുതുകയും ചെയ്യുന്ന പ്രശസ്തനായ ഒരു ഡോക്ടറായിട്ട് തീർന്നു. ഒരു ദിവസം ഒരു വ്യക്തി ചികിത്സയ്ക്കായി ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ വന്നു. ഡോക്ടർ അയാളെ കണ്ട് മരുന്ന് കൊടുത്തു. അവിടെ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്യുവാൻ പറഞ്ഞു. കാരണം ആ രോഗിക്ക് ഇനി അധികം നാളുകൾ ഇല്ല. ആ രോഗി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ എൻ്റെ ബൈബിൾ കൊണ്ടുവരാൻ മറന്നുപോയി. എനിക്ക് അങ്ങ് എങ്ങനെയെങ്കിലും ഒരു ബൈബിൾ തരണം. അത് വായിക്കാതെ ഇരിക്കുവാൻ എനിക്ക് സാധ്യമല്ല. ഒരു ദിവസം പോലും ദൈവത്തിൻ്റെ വചനം വായിക്കാതിരിക്കുന്നത് എനിക്ക് സാധ്യമല്ല. എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാം, എന്നാൽ എനിക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കുവാനായിട്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ സ്വരം എനിക്ക് എപ്പോഴും കേൾക്കണം. ഈ രോഗിയുടെ അവസാനത്തെ നാളുകളാണെന്ന് മനസ്സിലാക്കി ഡോക്ടർ തൻ്റെ മുറിയുടെ ഷെൽഫിൻ്റെ അടിയിൽ കിടക്കുന്ന ബൈബിൾ കൊണ്ടു കൊടുക്കുവാൻ വേലക്കാരനോട് പറഞ്ഞു. അടുത്ത ദിവസം രോഗിയെ കാണുവാൻ വന്നപ്പോൾ നേഴ്സ് പറഞ്ഞു, അദ്ദേഹം ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കെ തന്നെ വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ എൻ്റെ ഭവനത്തിൽ പോവുകയാണെന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടെ അവൻ ഈ ലോകവാസം വിട്ടു എന്ന് നേഴ്സ് പറയുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. കട്ടിലിനരികെ ചെന്ന് ഡോക്ടർ ആ ബൈബിള് തിരിച്ചു നോക്കി. അതിൻ്റെ ആദ്യ പേജിലെ വാക്കുകൾ കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. ആ ബൈബിളിൽ എടുത്തുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് ഓടി. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹം മെഡിസിൻ പഠിക്കുവാനായിട്ട് പോകുമ്പോൾ സമ്മാനിച്ചതായിട്ടുള്ള ആ ബൈബിളാണെന്ന് അദ്ദേഹം മനസ്സിലായി. അതിൻ്റെ ആദ്യത്തെ പേജ് അദ്ദേഹം ഒന്നുകൂടി വായിച്ചു. ദിസ് ബുക്ക് വിൽ കീപ്പ് യു ഫ്രം സിൻ, ഓർ സിൻ വിൽ കീപ്പ് യു എവേ ഫ്രം ദിസ് ബുക്ക്. ഇത് നിന്നെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും, അല്ലെങ്കിൽ പാപം നിന്നെ പുസ്തകത്തിൽ നിന്ന് അകറ്റും. മക്കയ്ക്ക് മനസ്സിലായി, താൻ ഈ പുസ്തകത്തിൽ നിന്നകന്നു മുഖാന്തരമായിട്ട് ഈ പാപം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു. അനേകം തെറ്റുകൾ ചെയ്ത ഒരു വ്യക്തിയായിട്ട് തീർന്നു. ദൈവത്തെ വേണ്ടാതെ ജീവിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തിൽ അനേക പ്രസിദ്ധി നേടി. എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായി, ശരിയായിട്ടുള്ള സമാധാനവും സന്തോഷവും അനുഭവിക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് താൻ ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ആ രോഗി എത്ര സമാധാനവും സന്തോഷം അനുഭവിക്കുന്നതിനായി അന്ത്യനിമിഷത്തിൽ പോയി എന്നുള്ളത് മക്കയ്ക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അവനെന്താ എത്ര സമാധാനം അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടാണ് പോയത്. തനിക്ക് ഈ ലോകത്തിലെല്ലാം ഉണ്ട്, എന്നാൽ സമാധാനമില്ല, യഥാർത്ഥമായിട്ടുള്ള സന്തോഷമില്ല. പ്രസക്തിയുണ്ട്, സന്തോഷമില്ല എന്ന് മനസ്സിലാക്കി അവൻ മുട്ടുകുത്തി അവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ആ ദൈവത്തെ ഒന്നുകൂടെ മാനസാന്തരപ്പെട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് തിരിഞ്ഞ് അവൻ വരുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. മാത്രമല്ല, ഇനിയുള്ള കാലം കർത്താവിന് വേണ്ടി എന്നുള്ള തീരുമാനത്തോടു കൂടി തൻ്റെ ജോലി ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി അവൻ്റെ ഫുൾ സമയവും ജീവിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അവനൊരു സുവിശേഷകനായിട്ട് തീർന്നു. ഡോക്ടർ ഒരു സുവിശേഷകനായിട്ട് തീർന്നു. അത് അവൻ്റെ അമ്മ ചെറുപ്പത്തിൽ പഠിപ്പിച്ചതായിട്ടുള്ള വാക്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ്റെ ഹൃദയത്തിൽ ആ വാക്യമുണ്ടായിരുന്നു. അവന് കൊടുത്തതും ബൈബിളായിരുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നാം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അത് ദൈവം കാണാതെ പോകുകയില്ല. നാം ഈ ലോകത്തിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കുക. അവിശുദ്ധി ജീവിക്കണമെങ്കിൽ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ വചനം പ്രാധാന്യമുള്ളതായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരുവാനും നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വചനത്തെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ വചനം പഠിപ്പിക്കാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതിൻ്റെ ബാക്കിയുള്ളത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Good morning, sisters. Luke chapter 9, verses 1 and 2. Then he called his 12 disciples together, and gave them power and authority over all devils and to cure diseases. And he sent them to preach the kingdom of God and to heal the sick. One thing for certain is that God will never send you anywhere without equipping you with what you need to succeed. Whatever gift or talent God gives you is for you to share with others who need the help. God did not send Christians to threaten man that if we don't repent, we will suffer condemnation and hellfire.
but instead it was to talk of his kingdom and share the good news of salvation and eternal life with Christ. An invitation for so much more. That there is more than the world that we currently live in. That there is someone who loves you so much and wants to invite you into his kingdom when your work here on earth is done. To a place where there is no pain or tears, where we live as children of God and worship him in joyful song, only if you would accept him. We are called to give to others the help that they need and share the good news, which is that God has a place in heaven for you, a place where you were made to belong to. John chapter 14 verses 2 and 3 says, "In my Father's house are many mansions. If it were not so, I would have told you. I go to prepare a place for you. And if I go and prepare a place for you, I will come again and receive you unto myself, that where I am, there ye may be also." May we sing this song together. Make me broken, so I can be healed, 'cause I'm so calloused, and now I can't feel. I wanna run to you with heart wide open. Make me broken, make me empty, so I can be filled, 'cause I'm still holding onto my will, and I'm completed when you are with me. Make me empty, till you are my one desire, till you are my one true love, till you are my breath, my everything. Lord, please keep making me. Make me lonely, so I can be yours, till I want no one more than you, Lord. 'Cause in the darkness, I know you will hold me. Make me lonely, till you are my one desire, till you are my one true love, till you are my breath, my everything. Lord, please keep making me, till you are my one desire, till you are my one true love, till you are my breath, my everything. Lord, please keep making. I know you'll keep making. Lord, please keep making me. May his name alone be glorified. Amen.